എടി ഈ ബട്ടൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താലേ കണ്ട നേരെ ഇതാ തുറക്കണണ്ട ഗേറ്റ് തുറക്കണണ്ട ഈ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക ഗേറ്റ് തുറക്കണണ്ട ഇത് നേരെ കയറിപ്പോടെ നമ്മളെ വീട്ടിലോട്ടാണ്. ഇനി നിങ്ങളെ വീടായിരിക്കും ഇത് നിങ്ങളെ വീട്ടിന്റെ താക്കോലാണ്. ഈ താക്കോൽ ആറ് കേട്ടോ നമുക്ക് നോക്കാം. കണ്ട നേരെ ഇങ്ങനെ ഗേറ്റ് തുറക്കുമ്പോ എന്താ ഒരു കിടിലൻ വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നുള്ള. കിടിലെന്ന് വെച്ചാൽ വേറെ ലെവല് തറവാട് വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള. അത് 30 സെന്റില് 4800 സ്ക്വയർ ഫീറ്റ് ഉള്ള കിടിലൻ വീട്. ലൊക്കേഷൻ എവിടെയാണെന്നറിയാമോ? നമ്മളെ പൂവാറില് അരുമാനൂർ കട ജംഗ്ഷനിലാണ് നമ്മളെ വീട് വരുന്നത്. കണ്ട ഇത് മെയിൻ റോഡാണ്. ഇതാ കാണുന്ന അപ്പുറത്ത് ഇതാ ജംഗ്ഷനാണ്. എടി ഇതാണ് ഞാൻ പറഞ്ഞ ആ തറവാട് വീട്. കണ്ട എന്ത് വലിയ വീടാ നോക്കി. കണ്ട കാർ പാർക്കിംഗ് തന്നെ നല്ല വലിയൊരു കാർ പാർക്കിംഗ്. അതും കിടിലൻ കവേഡ് ഫുള്ള് തേക്കൻ തടിയിലാണ്. മധുരയിലെ കാരക്കുടി അറിയാം, കാരക്കുടി അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്ത തേക്കൻ തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഇതിലെ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ഇങ്ങനത്തെയൊക്കെ വീടുകളൊക്കെ ഭയങ്കര റെയറായിട്ടേ വരുള്ളൂ. ഇത് ഫുള്ള് തേക്കൻ തടിയാണ്. ഈ ഒരു സ്പേസ് അടിപൊളിയാണ് കേട്ടോ. കണ്ട ഒരു ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമയൊക്കെ വെച്ച് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിരിക്കും, സൂപ്പർ ആയിരിക്കും അങ്ങനെ ചെയ്താൽ. കണ്ട ഇവിടെ നമുക്ക് മൊത്തം 30 സെന്റ് ഉള്ളതുകൊണ്ട് സ്ഥലം ഒരുപാടുണ്ട്. നമുക്കിപ്പോൾ എത്ര കാറ് വേണേൽ പാർക്ക് ചെയ്യാം. ഇപ്പം വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കണ്, ഇവിടെ കീടിലായിട്ട് കൂരയൊക്കെ കിട്ടി കീടിലായിട്ട് ഫുള്ള് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു 3, 4, 5 SUV വരെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വിശാലമായ സ്ഥലമാണ് ഇങ്ങനെ കിടക്കുന്നത്. മൊത്തം 30 സെന്റിൽ 4800 സ്ക്വയർ ഫീറ്റ് ഉള്ള തറവാട് വീടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് ഉള്ള. കണ്ട ഇത് കണ്ട ഇതാണ് നമ്മളെ ഈ തറവാട് വീട്. ഫുള്ള് ചുടുകല്ല് കെട്ടില്. ഇതിനകത്ത് ഒരു മെയിനായിട്ട് ഓണർ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, ഇതിനകത്ത് ഒരു ക്രാക്ക് പോലും ഇല്ല. 10 വർഷം പഴക്കമുള്ള വീടാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ക്രാക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ക്ലിയർ നീറ്റ് കെട്ടായിട്ടാണ് നമ്മളെ വീട് ചെയ്തിട്ടുള്ളത്. പുള്ളി കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളാണ്. അപ്പം നല്ല ക്ലിയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ വീട്. അത്രയും പ്രീമിയം ലെവലിൽ ചെയ്തിട്ടുള്ള വീടാണ്. അപ്പോൾ സ്വന്തം ആവശ്യത്തിന് വെച്ച സൂപ്പർ വീടാണ്. ഇതിപ്പം വിൽക്കുന്നത് അവർ പുറത്തോട്ട് മൂവിങ് ഔട്ട് ആവണോണ്ടാണ് ഇത് വെക്കുന്നത്. പിന്നെ ഇതിലൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ വീടുകളൊക്കെ ഇതൊക്കെ നമുക്ക് റിസോർട്ടിനൊക്കെ കൊടുക്കാൻ പറ്റി, എന്ന് വെച്ചാൽ ഹോം സ്റ്റേ പോലെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. കാരണം നമ്മളെ പൂവാർ ഐലൻഡൊക്കെ ഇവിടെ നിന്ന് വെറും 1 കിലോമീറ്ററൊക്കെ വരുള്ളൂ. അത്രയും പ്രീമിയം ഏരിയയിൽ വരുന്നതാണ്. ഇതിങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. മൊത്തം 30 സെന്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. കണ്ട ഇതിങ്ങനെ ഇത്രയും ഫുള്ള് സ്പേസ് ഉണ്ട്. നമുക്ക് 30 സെന്റാണ്. ഇങ്ങനെ അങ്ങോട്ട് ബാക്കിലോട്ട് ഫുള്ള് സ്പേസ് ഉണ്ട്. ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിനി വീട് പോയി കാണാം. ഇനി ഞാൻ വെച്ച് നീട്ടുള്ള വീട് പോയി കാണാം. ഇതാ നമ്മളിതാ ഇങ്ങനെ കയറി വരുമ്പം കണ്ട ഇവിടെ കണ്ട ഈ അടിപൊളി നമുക്ക് വിശാലമായിട്ട് ഇരിക്കാനുള്ള സ്പേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ട ഇവിടെ എത്ര പേർക്ക് വേണോ നമുക്ക് ഇവിടെ വന്ന് വൈകുന്നേരമൊക്കെ ഇങ്ങനെ ഇവിടെ ഇരിക്കുക, ചില്ലടിച്ചിരിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് കണ്ട ഫുള്ള് അവിടെ കണ്ട മെയിൻ റോഡ് സൈഡാണ് നമ്മളെ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. കണ്ട മെയിൻ റോഡ് സൈഡാണ് അരുമാനൂർ കട ജംഗ്ഷൻ ദാ കാണുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലോട്ട് അങ്ങ് കയറാം. ഇതിൻ്റെ അകത്ത് മൊത്തം തേക്കാണ് കേട്ടോ. ഇതാണ് നമ്മളെ വീട്. കണ്ട ഫുള്ള് തേക്കാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം തേക്ക്. കണ്ട ഫുള്ള് തേക്ക്. ഇത് നോക്കിയേക്ക് ഫുള്ള് തേക്ക് ഈട്ടി. കണ്ട ഇതെല്ലാം ഈട്ടിയുടെ വർക്കുകളൊക്കെയാണ്. ഈട്ടി ഇത് നമ്മളെ തേക്ക്. കണ്ടോ ഇവിടെ തേക്ക്. കേട്ടോ ഫുള്ള് ഇതാ ഇവിടെ മുകളിലത്തെ തടികൾ കണ്ട ഫുള്ള് തേക്ക്. ഇതാ നമ്മുടെ സ്റ്റെപ്പ് വരെ നോക്ക്. സ്റ്റെപ്പ് നോക്കിക്കോ. സ്റ്റെപ്പ് കണ്ട നമ്മൾ സ്റ്റെപ്പ് ഇതാ നടക്കണ ഇവിടെ വരെ തേക്കാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം തേക്ക്. അതാണ് ഇതിൽ എത്ര റൂം ഉണ്ടെന്ന് അറിയാമോ? 10 റൂമാണുള്ളത്. 10 റൂമും അതേപോലെ തന്നെ 4 അറ്റാച്ച്ഡ് ബാത്റൂമുമാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഹാളിൽ നിന്ന് നേരെ കയറി പോകുമ്പോൾ കണ്ട ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ്. ഇതാണ് നമ്മുടെ കിച്ചൺ. അതുപോലെ ഇതാ ഇവിടെ തന്നെ നമ്മുടെ ചെറിയൊരു ഓഫീസ് സ്പേസും വരണുണ്ട്. ഇവിടെ ഓഫീസ് സ്പേസ്, വർക്ക് ഏരിയ ഉണ്ട്. വർക്ക് ഏരിയയിൽ സാധനം ഇരിക്കുകയാണ്. അതാണ് കാണിക്കാൻ പറ്റാത്തത്. അവിടെ ഇപ്പോൾ ആളുണ്ട്. അവിടെ ഇപ്പം വർക്ക് ഏരിയയിൽ അവിടെ ആളുണ്ട്. അതാണ് ഇപ്പോൾ കാണിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഞാൻ വർക്ക് ഏരിയ കാണിക്കായിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് മുകളിൽ പോയി കാണാം. ഇതിൽ റൂമൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇന്ന് കാണിച്ചാൽ വീഡിയോ തീരുമില്ല, അത്രയ്ക്ക് ഉണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് പറയണല്ലേ വീഡിയോ നീട്ടിക്കൊണ്ട് പോകണമെന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പിന്നെ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കിനി നേരതാ മുകളിലോട്ട് ഇന്ന് കയറി പോവാം. കണ്ട ഇത് ഫുള്ള് തേക്കാണ്. കണ്ട തറ വരെ തേക്കതാ. കണ്ട ഫുള്ള് നമ്മളെ തറയിൽ മൊത്തം ഇവിടെ എന്താ മുകളിലത്തെ റൂം എത്തുമ്പം നമ്മളെ സെക്കൻഡ് ഫ്ലോർ എത്തുമ്പോഴേ മൊത്തം തേക്കാണ്. കണ്ട തറയിൽ ഫുള്ള് തേക്ക്. ഇവിടെ മൊത്തം ഏകദേശം 5 ബെഡ്റൂം അടുപ്പിച്ച് 5 റൂം വരും ഇവിടെ മുകളിലത്തെ പോർഷനിൽ, മുകളിൽ മാത്രം. കണ്ട ഇവിടെ ഇത് കണ്ട ഇനി നേരെ കയറി വരുമ്പോൾ ഇവിടെ കണ്ട ജിം ഏരിയയാണ്. ഇത് നമ്മുടെ ജിം ഏരിയ. ഇവിടെ ട്രെഡ്മില്ലൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ മുകളിൽ ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലേ ഇത് കണ്ട ഇത് ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ഇത് ജൂട്ടൺ ഫൈബറാണ്. ജൂട്ടൺ ഫൈബർ
അതാണ് ഇവിടെ ഫുള്ള് കോട്ടിങ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അഴുക്ക് വന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. നല്ല നീറ്റ് കണ്ടീഷൻ. ഇവിടെ ക്രാക്കും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. ജൂട്ടൺ ഫൈബറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുള്ള് ഇതിൻ്റെ അകത്ത് ജൂട്ടൺ ഫൈബറാണ്. അതുപോലെ തന്നെ MRF പോളിഷിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ജൂട്ടൺ ഫൈബർ എന്ന് പറയുന്നത് നോർവേയിലുള്ള സാധനമാണ്. നോർവേയിലുള്ള ഇങ്ങനെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്ത വീടാണ്. അതായത് 10 വർഷം പഴക്കേ ഉള്ളൂ. നല്ല നീറ്റ് കണ്ടീഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നീറ്റാണ്. കുറച്ചൊന്ന് പെയിന്റ് അടിക്കാനേ ഉള്ളൂ. എന്നാൽ പക്ക നീറ്റ് ആയിരിക്കും. അല്ലെ, ഒരു റൂം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്താ ഈ ഒരു റൂം നോക്ക്, എന്ത് വിശാല. എല്ലാ റൂമും നല്ല വലിയ റൂമാണ്. ഫുള്ള് നല്ല ഫർണിച്ചർ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് ഈട്ടിയുടെ നല്ലൊരു പലകയുടെ ഇതാണ്. കാരണം ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. സാധനം നല്ല അടിപൊളി സാധനം. ഇത് നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ഒരു ബാത്റൂം ഞാൻ കാണിച്ചു തരാം. ബാത്റൂം എല്ലാം ഇത് ഇത്തിരി ചെറിയ ബാത്റൂമാണ്. പക്ഷെ വേറൊരു റൂമുണ്ട് എൻ്റെ തൊട്ട്. നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റൂമുണ്ട്. നല്ല അടിപൊളി ബാത്റൂമാണ്. അതിൽ എന്താ ഇത് ജസ്റ്റ് ഒന്ന് തുറക്കുമ്പോഴേ ഇതിൻ്റെ അകത്ത് മൊത്തം ജൂട്ടൺ ഫൈബറാണ്. ഫുള്ള് ജൂട്ടൺ ഫൈബർ. ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കയറി വരുമ്പോൾ കണ്ട ഇതെല്ലാം മൊത്തം ജൂട്ടാണ്. കണ്ട ഇതെല്ലാം ജൂട്ടണാണ്. അതുകൊണ്ടാണ് വലുതായിട്ട് അഴുക്കൊന്നും കണ്ട. അഴുക്കുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി. നീറ്റ് കണ്ടീഷൻ ആവും. ഈ ബാത്റൂം നിങ്ങൾ നോക്ക്. ഇതെത്ര ഈ ഒരു ബാത്റൂം ഒരു റൂമിൻ്റെ എത്ര സൈസ് ഉണ്ട് കേട്ടോ. ബെഡ്റൂമിൻ്റെ ഇത് ബാറ്റബ് ഉണ്ട്. ഇവിടെ കിടന്ന് വരെ കുളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കണ്ട അത്ര നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള വീടാണ്. ഈ വീട് ഇങ്ങനത്തെ വീടൊക്കെ വേണ്ടത് അറിയില്ല. തറവാട് വീട് ഇത്രയും വമ്പൻ വീടൊക്കെ റയറായിട്ടേ വരുള്ളൂ. ഇതിപ്പം അവർ പുറത്തോട്ട് മൂവിങ് ഔട്ട് ആവണോണ്ടാണ് ഇത് കൊടുക്കുന്നത്. നമ്മുടെ ഫ്ലോറിൽ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു റൂമുണ്ട്. ഇത് നമുക്കൊരു CCTV റൂമായിട്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു റൂം നമുക്കിനി ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോവാം. മുകളിൽ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. മുകളിൽ ഇവിടെ കണ്ട ഇവിടെ നമുക്കിവിടെ കസേരയൊക്കെ ഇട്ട് രാത്രിയൊക്കെ ഇവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. കണ്ട അത്രയും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ഇത് കണ്ട ഓടിട്ടാണ്. അത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ നമ്മുടെ കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ് നോക്ക്. കാർ പാർക്കിംഗ് സ്പേസ് കണ്ട ഫുള്ള് ആ ഓടിൻ്റെ ഇതിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള കാർ പാർക്കിംഗ്. എനിക്ക് കാർ പാർക്കിംഗ് ആണ് സത്യം പറഞ്ഞ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കാർ പാർക്കിംഗ് ഒരു രക്ഷയില്ല. കണ്ട ഫുള്ള് നമുക്കിത് കണ്ട മൊത്തം കാണാൻ പറ്റും. കണ്ട ഫുള്ള് നമ്മുടെ ഗാർഡൻ ഏരിയ എല്ലാം കാണാം. നിങ്ങളിനി ഇവിടെ ചെയ്യാനുള്ളതേ ഒരു വാട്ടർഫോളും കൂടെ കൊടുത്താലേ സൂപ്പർ ആയിരിക്കും കേട്ടോ. ആ നടുക്ക് ആ കല്ലിട്ടിരിക്കുന്ന പെബിൾസ് ഇട്ടിരിക്കുന്ന ആ പോർഷനിൽ അവിടെ ഒരു വാട്ടർഫോളൊക്കെ ചെയ്താൽ നല്ല അടിപൊളി ഗെറ്റപ്പ് ലുക്ക് ആവും നിങ്ങളെ വീട്. മെയിൻ റോഡ് സൈഡുള്ള വീടാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന റേറ്റ് ഞാൻ ഇപ്പം പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി നമുക്കിവിടെ നിന്ന് NH 1.5 കിലോമീറ്റർ വരുള്ളൂ. എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ പൂവാർ അരുമാനൂർക്കട ജംഗ്ഷനിലാണ്. അരുമാനൂർക്കട ജംഗ്ഷൻ. ഇവിടെ നിന്നുള്ള ആക്സസ് കാര്യങ്ങൾ വരുമ്പോൾ ഞാനത് ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടുത്തെ ആക്സസ് നമുക്കിവിടെ നിന്ന് 2.5 കിലോമീറ്ററാണ് പൂവാർ, നമ്മുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ, നമ്മുടെ പൂവാർ ഐലൻഡ്. അതുപോലെ തന്നെ 9 കിലോമീറ്റർ പോയ വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ട്. ഈ സീപോർട്ട് അടുത്താണ്. വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീപോർട്ട് ഏകദേശം ഒരു 9 കിലോമീറ്റർ മാത്രമേ വരത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴക്കൂട്ടം പോകും ഒരു 15 കിലോമീറ്റർ. പിന്നെ 10 കിലോമീറ്ററിനകത്ത് നിംസ് ഹോസ്പിറ്റല്. പിന്നെ സിറ്റി പോകാൻ നമുക്ക് ഇവിടെ നിന്ന് 23 കിലോമീറ്റർ വരും. പിന്നെ കന്യാകുമാരി ഏകദേശം 60 കിലോമീറ്റർ. NH 66 ബൈപ്പാസ് ഉണ്ടല്ലോ, 1.5 കിലോമീറ്റർ ഉള്ളൂ NH 66 ബൈപ്പാസ് കയറാം. ഞാൻ ഇപ്പോൾ ഒരുപാട് നമ്മൾ ബൈപ്പാസിൻ്റെ അടുത്ത് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ബൈപ്പാസ് ഇവിടെ നിന്ന് തൊട്ടടുത്താണ്. അപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ വന്നിട്ട് അരുമാനൂർക്കട. കണ്ടോ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഫുള്ള് ജൂട്ടൺ ഫൈബർ, MRFൻ്റെ പോളിഷിങ്, മൊത്തം തേക്ക് ഈട്ടി. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത നമ്മളെ പ്രോപ്പർട്ടിയാണ്. 4800 സ്ക്വയർ ഫീറ്റ് 30 സെൻറ്റ്. അപ്പം പ്രോപ്പർട്ടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണറിനെ വിളിച്ചതോ. ഈ നമ്പറിൽ ഡയറക്റ്റ് ഓണറിനെ വിളിച്ചാൽ കമ്മീഷൻ കാര്യങ്ങളൊന്നുമില്ല, ഡയറക്റ്റ് ഡീലാക്കാം. അപ്പോൾ എൻ്റെ അകത്ത് വേറെ കമ്മീഷൻ ഇല്ല, ബ്രോക്കറേജ് ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറെ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും വരില്ല. ഡയറക്റ്റ് ഓണറിനെ വിളിച്ച് ഡീലാക്കാൻ പറ്റും. പിന്നെ ഇനി ഇതേപോലത്തെ അടിപൊളി വമ്പൻ പ്രോപ്പർട്ടീസ്, അതായത് നമ്മൾ ട്രിവാൻഡ്രത്ത് ഇത്രയും വലിയൊരു 5 കോടിയുടെ പ്രോപ്പർട്ടി, അതായത് 10 കോടിയുടെ പ്രോപ്പർട്ടി, പിന്നെ ഇതേപോലത്തെ ഇത്രയും വലിയൊരു ബംഗ്ലാവ്, അതുപോലെ തറവാട്, അങ്ങനെയുള്ളതൊക്കെ കിട്ടണമെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മുടെ പേജിലായിരിക്കും ഇത്രയും വലിയ പ്രോപ്പർട്ടീസൊക്കെ അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. ഇടയ്ക്ക് ഒരു ഐലൻഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ പൂവാറില്ല, അതേപോലെ ഐലൻഡ് എല്ലാം വരും നമ്മുടെ പേജിൽ. അത് പേജ് ഫോളോ ചെയ്ത് വെച്ചോയെ. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വില എത്രയും നിങ്ങൾക്കുണ്ടേ. മൊത്തം 30 സെൻറ്റ് സ്ഥലവും ഈ 4800 സ്ക്വയർ ഫീറ്റ് ഫുള്ള് ഈ ഒരു മൊത്തം അടിപൊളിയായിട്ട് ചെയ്ത ഈ ഒരു വീടും എല്ലാം കൂടെ ചേർത്ത് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൊത്തം 4 കോടിയാണ്. 4 കോടിയാണ് ചോദിക്കുന്നത്. 4 crores ആണ് മൊത്തം 4 കോടി. പിന്നെ അതുപോലെ റേറ്റ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ്. ഓണറിനെ തന്നെ വിളിക്കാം. നല്ല മെയിൻ റോഡ് സൈഡുള്ള വീടാണ്. നമുക്ക് ഇതിൽ വീടാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. കാരണം അത്രയും പ്രീമിയം രീതിയിൽ ചെയ്ത വീടാണ്. പ്രീമിയം രീതി എന്ന് വെച്ചാൽ ചുടുകല്ല് കെട്ട് മാത്രമല്ല, ഫുള്ള് തേക്ക്, അതായത് മൊത്തം തേക്ക്.
ഈ തേക്ക് തന്നെ ഏകദേശം കുറേ ലക്ഷങ്ങൾ ചിലവായിട്ടുണ്ട്. ഇത് തേക്ക് അതായത് ഇതിൻ്റെ തേക്കെന്ന് വെച്ചാൽ മധുരയിൽ ഞാൻ പറഞ്ഞില്ലേ, മധുരയിലുള്ള ആ ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് എടുത്ത സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ നിന്ന് എടുത്ത സാധനമാണ്. അതായത് പ്രീമിയം സാധനങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത്രയും പ്രീമിയം രീതിയിൽ ക്വാളിറ്റി ആയിട്ട് ചെയ്ത വീടാണ്. അപ്പം ഡയറക്റ്റ് ഓണറിനെ വിളിച്ചു, ഡയറക്റ്റ് എണ്ണടിയിലാക്കിക്കോയേ.